വരുന്നത്. പിന്നെ നമുക്ക് മൈക്ക പൗഡർ എങ്ങനെയാണെന്ന് നോക്കാം. മൈക്ക പൗഡർ 2 യൂസിങ് ഉണ്ട്. ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഫസ്റ്റ് മോൾഡിൻ്റെ അകത്തൊരു പെയിൻ്റ് അടിച്ച് വെക്കുന്ന പോലെ ഫുള്ള് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് അതിൻ്റെ മീത്ത് പിഗ്മെൻറ്റ് ഒഴിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഗ്ലേസിങ്, നല്ലൊരു എന്താ പറയണ ആ ഒരു മോൾഡിനെ പെയിൻ്റ് അടിച്ച് നല്ലൊരു ഫിനിഷിങ് ടച്ച് യൂസ് ചെയ്യാൻ പറ്റും. ഈ റെസിനൊക്കെ മിക്സ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. അത് പിഗ്മെൻറ്റ് നോർമലി എടുക്കുന്നത് പോലെ എടുത്ത് റെസിനകത്തേക്ക് കുറച്ച് പിഗ്മെൻറ്റ് ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതും ഒരു മെറ്റാലിക് ഷെയ്ഡ് പിഗ്മെൻറ്റ് പോലെ തന്നെ. മൈക്ക പൗഡർ 2 ടൈപ്പിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നല്ലൊരു എന്താ പറയണ്ടേ, അതിൻ്റെ കൂടെ ഇപ്പം മെറ്റാലിക് പിഗ്മെൻറ്റിൻ്റെ കൂടെ വേറെ ഒഴിച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് അത് മിക്സ് ആവത്തില്ല. ഇതിപ്പോൾ ഈ മൈക്ക പൗഡറിൻ്റെ കൂടെ ഒപ്പാക്ക് പിഗ്മെൻ്റ് ആയാലും നല്ല ഒപ്പാക്ക് പിഗ്മെൻ്റ് തന്നെ ആഡ് ചെയ്യാൻ ശ്രമിക്കണം. ഇപ്പോൾ ഒപ്പാക്ക് പിഗ്മെൻ്റ് ആഡ് ചെയ്തിട്ടാണ് ഉള്ളത്. അതുപോലെ തന്നെ വേറെ ഏത് പിഗ്മെൻ്റ് ആഡ് ചെയ്താലും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ടെക്സ്ചർ ഒരു